ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ട ദൈവജനങ്ങൾക്കും പ്രഭാതവചനത്തെ അറിയിക്കുന്നു. പ്രഭാതവചന ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിൻ്റെ അനുജനായ കെനസിൻ്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവൻ അവരെ രക്ഷിച്ചു. ഇന്നലെ നമ്മൾ കേട്ടത്, ഒരു കൂട്ടം ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ പിതാക്കന്മാരെ ഓർത്ത് ഇസ്രായേൽ ജനത്തോട് കടാക്ഷം കാണിച്ച് മോശയെ ദൈവം വിളിച്ച് വേർതിരിച്ച് അവരുടെ രക്ഷകനായി കൊടുക്കുന്ന മേഖല നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇന്നും അതേ നിലവിളിയുടെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഒത്നിയേലിനെ ദൈവം ഇസ്രായേൽ ജനത്തിന് രക്ഷകനായി എഴുന്നേൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിൻ്റെ നിസ്സഹായതകളുടെ മുമ്പിൽ നാം നിലവിളിക്കാറുണ്ട്. യാതനകളുടെയും വേദനകളുടെയും നെരിപ്പാടുകളിൽ നേറിപ്പൊകയുമ്പോഴും നിലവിളികളുടെ നീണ്ട പാതകളുടെ കടന്നു പോകുമ്പോഴും യഹോവയെങ്കിലേക്ക് നോക്കുവാൻ കൂട്ടാക്കാതെ യുക്തിയിലും ഭുക്തിയിലും സമാധാനവും അതിനുള്ള പരിഹാരവും നേടുവാനാണ് പലപ്പോഴും ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ പോലും ശ്രമിക്കാറുള്ളത്. നിസ്സഹായതയിൽ തൻ്റെ സന്നിധിയിലേക്ക് മാത്രം നോക്കി നിലവിളിക്കുന്ന തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ കാലാകാലങ്ങളിൽ ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കണ്ണുനീർ ഞാൻ കണ്ടു എന്നരുളി ചെയ്തുകൊണ്ടാണ് മിസ്രൈമി അടിമത്തത്തിൽ നിന്നും തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ മോശയെ ദൈവം പേർ ചൊല്ലി വിളിച്ചത്. കാനാനിലെത്തിയ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തങ്ങളുടെ ദൈവമായി യഹോവയെ മറികടക്കുകയും ബാൽ വിഗ്രഹങ്ങളെയും അശാര പ്രതിഷ്ഠകളെയും സേവിക്കുകയും ചെയ്തവരെ ദൈവം മെസൊപ്പൊത്താമ്യൻ രാജാവിന് വിട്ടുകളഞ്ഞു. അവിടെ 8 സംവത്സരങ്ങൾ അടിമത്തത്തിൽ ക്രൂരമായ നഷ്ടങ്ങൾ കൂടി കടന്നുപോയപ്പോൾ അവർ വീണ്ടും യഹോവയോട് നിലവിളിച്ചു. ആ നിലവിളിക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ കോപാഗ്നി കരുണാസാഗരമായി മാറി. അവൻ ഒത്നിയേലിനെ എഴുന്നേൽപ്പിച്ച് അവരെ രക്ഷിച്ചു. മാന്യ സഹോദരങ്ങളെ, പ്രിയ മാതാവേ, പിതാവേ, തലമുറയെ, ഭൗതികമായ തകർച്ചയുടെ അടിമത്തത്തിൽ നിന്നും വിമോചനരാകുവാൻ ശ്രമിക്കുന്തോറും കൂടുതൽ ആഴങ്ങളിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണോ താങ്കൾ മുന്നോട്ട് കടന്നു പോകുന്നത്? എങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കുറവുകൾ സംബന്ധിച്ചുകൊണ്ട് മെസൊപ്പൊത്താമ്യൻ അടിമത്തത്തിൻ്റെ യഹോവയാം ദൈവത്തോട് നിലവിളിച്ച ഇസ്രായേൽ മക്കളെ പോലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ നിലവിളിക്കുവാൻ കഴിയുമെങ്കിൽ അപ്പോൾ സ്നേഹസ്നേഹകരമായ നമ്മുടെ കർത്താവ് താങ്കളെ വിടുവിച്ച് രക്ഷിക്കുമെന്ന് വിശ്വസിക്കുക. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറും. വിശ്വാസത്തോടുകൂടി നാം പ്രാർത്ഥിക്കുക, കർത്താവിൽ നിന്ന് വിടുതൽ സമ്പാദിക്കുക. ഈ വചനം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. മാറാനാഥ.